ഇങ്ങാട് വാടാ. തടയണ്ട, നീയൊക്കെ ഒരു അശുവാണ്. അകത്തേന്ന് പഞ്ചാബിലോട് ഹിന്ദിയിൽ പറ, ഗംഗാധര മുലാലും രമണനും വന്നേക്കണെന്ന്. പറയാ, കൂടെ ഒരു പൊട്ടനുണ്ടെന്ന് പറ. വേണ്ടി വന്ന ഇവിടുത്തെ സിംഗുമാരായിട്ട് ഒരു കുസ്തിക്ക് തയ്യാറായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. കുസ്തി പഹൽവാൻ. ആ പഹൽവാൻ അന്തർ ജായി. വോട്ട് ചോദിക്കാൻ പറ്റിയ സമയം. പോകാം. അങ്ങോട്ടല്ലടാ, ഇങ്ങോട്ട്. സർദാർജി, നമ്മുടെ ബോട്ട്. ബോട്ടോ? എടോ, ഇത് പഞ്ചാബാ, പഞ്ചാബ്. ഇവിടെ ബോട്ടുമില്ല, ബോട്ടിലുമില്ല. പോടാ. എന്റെ ഭായി ചതിക്കരുത്, ഉപജീവനമാ. അതും കൂടി പോയാൽ. കാശി ചോദിച്ച് ആളെ അയച്ചപ്പോ നീ എന്തൊക്കെയാ പറഞ്ഞത്? ഇത് പഞ്ചാബ് അല്ല, കേരളമാണ്, കടപ്പുറമാണ്, വെലസിയ തട്ടിക്കളയും എന്നൊക്കെ അല്ലടാ. എന്റെ ഭായി, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. മുതലാളി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ബോട്ടിൽ വെച്ചേ. മുതലാളി മറന്നുപോയതാ. നീ പറയും, നിനക്കറിയില്ല പഞ്ചാബികളുടെ ശക്തി. നിനക്ക് സാധിക്കുമെങ്കിൽ ഗോതയിലേക്ക് ഇറങ്ങ്. എന്നിട്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ ഏതെങ്കിലും സിംഗിനെ അടിച്ചു നിലർത്ത്. എന്നാൽ നിന്റെ ബോട്ടിൽ ഞാൻ വെറുതെ തരാം. ഗുഡ് ഐഡിയ മുതലാളി. ഏതെങ്കിലും ഒരു സിംഗിനെ അടിച്ച് തോൽപ്പിക്ക്. ബോട്ടും കൊണ്ട് നമുക്ക് പോകാം. പക്ഷേ ധൈര്യമുണ്ടേ കേരള. ബോട്ട് ഫ്രീ ആയി കിട്ടോ? കിട്ടും. അപ്പൊ കാശോ? നീ ഒറ്റ പൈസ ബാക്കി തരണ്ട, അതും ഫ്രീ. ഇതെന്ത് എന്ത് പറ്റി മുതലാളി? ശരിയാവില്ല, അവൻ ജെട്ടിട്ടിരിക്കുന്നു. അതിന് മുതലാളിക്കെന്താ? ഞാൻ ഇട്ടിട്ടില്ലടാ. ഹലോ മിസ്റ്റർ പവനായി, വെരി നൈസ് ടു മീറ്റ് യു. താങ്ക് യു. ഞാൻ താങ്കളെ പറ്റി ധാരാളം കേട്ടിട്ടുണ്ട്. മുതിരരാജ ചെട്ടിയാർ താങ്കളുടെ സുഹൃത്താണല്ലേ? സുഹൃത്ത് മാത്രമല്ല, പല ബിസിനസ്സിലും അദ്ദേഹമായിരുന്നു എന്റെ ഉപദേശം. ഇരിക്കൂ. മുതിര അടുത്തെങ്ങനെ കണ്ടിരുന്നോ? കണ്ടു. കഴിഞ്ഞ ആഴ്ച ഒരു കൊല നടത്താൻ വേണ്ടി എനിക്ക് ബെയ്റൂട്ട് വരെ പോകേണ്ടി വന്നു. ആ ഫ്ലൈറ്റിൽ ചെട്ടിയാരും ഉണ്ടായിരുന്നു. കേരളത്തിൽ മിസ്റ്റർ പവനായുടെ സ്ഥലം ഏതാണ്? വടക്ക കാഞ്ഞങ്ങാടിനടുത്ത് രാവണീശ്വരം എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമം. ചെറുപ്പത്തിലെ നാട് കടന്ന് ബോംബെയിലെത്തി. കാഞ്ഞങ്ങാടുകാരന് പവനായി എന്നെങ്ങനെ പേര് വന്നു? ശരിക്കുള്ള പേര് PV നാരായണൻ എന്നാണ്. പക്ഷെ ഒരു കൊലപാതകയ്ക്ക് നാരായണൻ എന്ന് പേരിട്ടാൽ ഒരു വെയിറ്റ് കിട്ടുകയില്ല. അതുകൊണ്ട് PV നാരായണന് ചില പരിഷ്കാരങ്ങൾ വരുത്തി പവനായി എന്നാക്കി. Look here. I have all sorts of lethal weapons. നമ്മുടെ നാടൻ മലപ്പുറം കത്തി മുതൽ അൾട്രാ മോഡേൺ മിഷൻ ഗൺ വരെ. വെൽക്കം മൈ ബോയ്സ്. വെയിറ്റിംഗ് ഫോർ ലോങ്? സർക്കിൾ ഇൻസ്പെക്ടർ? യെസ് യെസ് യെസ്. സർക്കിൾ ഇൻസ്പെക്ടർ വിളിക്കുന്നു എന്ന് പറഞ്ഞ് പോലീസ് വേഷത്തിൽ ആളിനെ വിട്ടത് ഞാനാണ്. ആരാണ് നിങ്ങൾ? നിങ്ങൾ കാരണം മാനം പോയ ഒരു പാവം പ്രൊഫഷണൽ കില്ലർ. എത്രയോ ഭയങ്കരന്മാരെ വളരെ നിസ്സാരമായി ഞാൻ തട്ടിയിട്ടുണ്ട്. പക്ഷെ അന്ന് ഉന്തുവണ്ടിയിൽ വെച്ച ബോംബിൽ നിന്നും ട്രാൻസിസ്റ്ററിൽ നിന്നും അത്ഭുതകരമായി നിങ്ങൾ രക്ഷപ്പെട്ടു. അപ്പൊ അന്ന് ബോംബ് വെച്ച നീയായിരുന്നോ? എടാ ദ്രോഹി, എന്നെ പട്ടിണി കിട്ടാ നീയല്ലേ? ഇവനെ ഇടിച്ചു. ലിസൺ ബോയ്, ഇതൊക്കെ വളരെ മാരകമായ ആയുധങ്ങളാണ്. ബഫേഴ്സിന്റെ അൾട്രാ മോഡേൺ മെഷീൻ ഗണ്ണ് മുതൽ നമ്മുടെ നാടൻ മലപ്പുറം കത്തി വരെ ഇതിലുണ്ട്. ലുക്ക് മാൻ, ഐ ആം നോട്ട് എൻ അലബലാദി. ഐ ആം പവനായി, എ റിയൽ പ്രൊഫഷണൽ കില്ലർ. പിന്നെ മറ്റുള്ള വിക്ടിംസിന് കൊടുക്കാത്ത ഒരു പരിഗണന ഞാൻ നിങ്ങൾക്ക് തരാം. യു ക്യാൻ സെലക്ട് യുവർ ഓൺ വെപ്പൺ. അമ്പും വില്ലും കൊണ്ട് ചാവണോ, ബോംബ് വേണോ, അതോ പിസ്റ്റൾ മാത്രം മതിയോ? കമോൺ. No, I will select. മലപ്പുറം കത്തി തന്നെയാണ്.
അങ്ങനെ പവനായി ശവമായി. എന്തൊക്കെ ബഹളമായിരുന്നു. മലപ്പുറം കത്തി, മെഷീൻ ഗണ്ണ്, ബോംബ്, ഒലക്കര മൂട്. ആ സിഐഡികൾ ചില്ലറക്കാരില്ലെന്ന് ഞാൻ അന്നേ പറഞ്ഞല്ലേ. ബിസിനസ് ഇനിയും തുടരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. സാർ ചായ. നിന്നോട് ഞാൻ ചായ ചോദിച്ചോടാ കുഞ്ഞിരാമ. കൊണ്ടുപോടാ.